Hi dears, good morning. Again we are in our politics. Okay. Then we are studying from your 6th chapter, political parties. We need to take from our next topic in 84th page, and we are discussing about the challenges of political parties. Okay. Then first challenge we discussed the lack of internal democracy. Second challenge we discussed the dynasty succession. Okay. Third we need to study today. Listen to that. The third challenge. And second. The third challenge is about growing role of money and muscle power in parties, especially during election. Political parties in the face third challenge ആണ് പൊളിറ്റിക്കൽ പാർട്ടീസിലെ മെമ്പേഴ്സിനിടയിൽ ക്യാഷ് ഉള്ളവരെയും മസിൽ പവർ അല്ലേ, ദാറ്റ് മീൻസ് ശക്തിയുള്ളവരുടെയും അവരുടെ റോള് ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻ പാർട്ടീസ്, എസ്പെഷ്യലി ഡ്യൂറിങ് ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ഷന് വേണ്ടിയിട്ട് ഓരോ പാർട്ടിയും ഒരുപാട് ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ക്യാഷെല്ലാം ഇവർ വാങ്ങുന്നത് ക്യാഷുള്ളവരെടുത്തുനിന്നും അതുപോലെ സൊസൈറ്റിയിലെ പവറുള്ള ആളുകളെടുത്തുനിന്നുമാണ്. അപ്പോൾ അത് പാർട്ടിയിൽ മണി പവറും മസിൽ പവറും കൂടുന്നു എന്നുള്ളതാണ് വൺ എക്സാമ്പിൾ. ദാറ്റ് ഈസ് എ ചലഞ്ച് ഓഫ് തേർഡ് ചലഞ്ച്. ഓക്കെ. സിൻസ് പാർട്ടീസ് ആർ ഫോക്കസ്ഡ് ഓൺലി ഓൺ വിന്നിങ് എലക്ഷൻ അല്ലേ, ദേ tend to use shortcut to win election. പാർട്ടീസിൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം എങ്ങനെയെങ്കിലും എന്താണ്, they need to success in election അല്ലേ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, they tend to use shortcut to win election. എന്തെങ്കിലും അല്ലേ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് ഇലക്ഷനിൽ വിൻ ചെയ്യണം എന്നായിരുന്നു അവരുടെ ഒരേ ഒരു ലക്ഷ്യം. they tend to dominate those candidates who have or can raise lots of money അല്ലേ. അങ്ങനെ എന്ത് ചെയ്യും, ഓരോ പാർട്ടിയും അവരുടെ നോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും ആർക്കാണ് കൂടുതൽ ക്യാഷ് സ്വന്തമായിട്ട് ചിലവാക്കാൻ പറ്റുക. അല്ലെങ്കിൽ ക്യാഷ് ചിലവാക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ പാർട്ടിയിലുള്ള ആളുകൾ എടുക്കണം അല്ലേ. സ്വന്തമായിട്ട് ക്യാഷുള്ള ഒരു നോമിനി ആണെന്നുണ്ടെങ്കിലോ അയാൾ തന്നെ എന്ത് ചെയ്യും, ഇഷ്ടംപോലെ ക്യാഷ് സ്പെൻഡ് ചെയ്യും. സോ who have can raise lots of money. Rich people and companies who give funds to the parties tend to have influence on the policies and decisions of the party. അങ്ങനെ റിച്ച് പീപ്പിളും റിച്ചസ് ആയിട്ടുള്ള പീപ്പിളും കമ്പനീസും എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, ഫണ്ട് കൊടുക്കും പാർട്ടീസിന്. എന്തിന്, ടെൻ ടു ഹാവ് ഇൻഫ്ലുവൻസ് ഓൺ ദ പോളിസീസ് ആൻഡ് ഡിസിഷൻസ് ഓഫ് ദ പാർട്ടി. പാർട്ടിയിലുള്ള പോളിസീസും തീരുമാനങ്ങളെല്ലാം ഇവർക്ക് കൂടി അനുകൂലമായിട്ടുള്ളത് എടുക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട്. ഇൻ സം കേസസ് പാർട്ടി സപ്പോർട്ട് ക്രിമിനൽസ് ഹു ക്യാൻ വിൻ എലക്ഷൻ. ചില സമയത്ത് ക്രിമിനൽസ് ആണെങ്കിലും അയാൾക്ക് ക്യാഷ് ഉണ്ടോ അയാൾ എന്ത് ചെയ്യും, നോമിനിയായിട്ട് സെലക്ട് ചെയ്യും. ഡെമോക്രാറ്റ്സ് ഓൾ ഓവർ ദ വേൾഡ് ആർ വറീഡ് അബൌട്ട് ദ ഇൻക്രീസിംഗ് റോൾ ഓഫ് റിച്ച് പീപ്പിൾ ആൻഡ് ബിഗ് കമ്പനീസ് ഇൻ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. ദെൻ ഫോർത്ത് ചലഞ്ച്. The fourth challenge is that very often parties do not seem to offer a meaningful choice to the voters. The fourth challenge ആയിട്ട്, നാലാമത്തെ ചലഞ്ച് ആയിട്ട്, യു നീഡ് ടു റൈറ്റ് ദാറ്റ് ഫുൾ സെൻറ്റൻസ്. മീനിങ് ചോയ്സ് എന്ന് മാത്രം എഴുതിയേക്കും ചിലർ, അത് ആൻസർ അല്ല കേട്ടോ. ദ ഫോർത്ത് ചലഞ്ച് ഈസ് ദാറ്റ് വെരി ഓഫൺ പാർട്ടീസ് ഡു നോട്ട് സീം ടു ഓഫർ എ മീനിങ് ഫുൾ ചോയ്സ് ടു ദ വോട്ടേഴ്സ് അല്ലേ. വോട്ടേഴ്സിന് എന്താണ് അത് പറയുന്നത് എന്നുള്ളത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വോട്ടേഴ്സിന് നല്ലൊരു ചോയ്സ് കൊടുക്കുന്നില്ല പാർട്ടീസ്. വാട്ട് ഈസ് ദാറ്റ്? ഇൻ ഓർഡർ ടു ഓഫർ മീനിങ് ഫുൾ ചോയ്സ് parties must be significantly different. In recent years, there has been a decline in the ideological differences among the parties in most parts of the world. അല്ലേ, ഒരു വോട്ടർക്ക് ഇന്ന പാർട്ടിയെ സെലക്ട് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ട് അല്ലേ, ഇൻ ഓർഡർ ടു ഓഫർ മീനിങ് ഫുൾ ചോയ്സ്, നല്ലൊരു ചോയ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ പാർട്ടീസ് മസ്റ്റ് ബി ഡിഫറെൻ്റ് അല്ലേ, സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ്. പ്രധാനമായിട്ടും ഓരോ പാർട്ടിയും ഡിഫറെൻ്റ് ആയിരിക്കണം. എന്നാൽ ഇൻ റീസെൻറ്റ് ഇയേഴ്സ് നൗ എ ഡേയ്സ് there has been a decline in ideological differences among the political parties of the world. വേൾഡിലെ തന്നെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഐഡിയോളജിക്കലായിട്ട് എല്ലാം നോക്കുകയാണെങ്കിൽ ഒക്കെ സെയിം ആണ്. ഒരു ചോയ്സ്, മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ചോയ്സ് കാൺ ഗീവ് ടു ദ വോട്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലേബർ പാർട്ടി ആൻഡ് ദ കൺസർവേറ്റീവ് പാർട്ടി ഇൻ ബ്രിട്ടൻ ഈസ് വെരി ലിറ്റിൽ.
ബ്രിട്ടനിലെ രണ്ട് പാർട്ടീസാണ് ലേബർ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി. ഐഡിയോളജിക്കലായിട്ട് അവയെ നോക്കുകയാണെങ്കിൽ രണ്ടും ഈക്വലാണ്. ഒരു മീനിങ് ചോയ്സ് cannot give to the voters by the political parties. That is the fourth challenge. Okay. Then they agree on more fundamental aspects. Labour Party and Conservative Party of Britain agree on more fundamental aspects. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് ബട്ട് ഡിഫർ ഓൺലി ഇൻ ഡീറ്റെയിൽസ് ഓൺ ഹൗ the policies are to be framed and implemented. ഈ പോളിസീസ് എങ്ങനെ ഫ്രെയിം ചെയ്യാം, എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിൽ മാത്രമേ അവർ ഡിഫറൻസസ് പറയുന്നുള്ളൂ. ഓക്കെ, അല്ലാത്ത കാര്യത്തിലെല്ലാം ഈക്വലാണ്. ദെൻ in our country too, the differences among all major parties on the economic policies have reduced. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇന്ത്യയിലും എക്കണോമിക് പോളിസീസ് എല്ലാം കുറച്ചിട്ടുണ്ട്. Those who want really different policies have no option available to them. അല്ലേ, ദോസ് ഹു വാണ്ട് റിയലി ഡിഫറെൻറ്റ് പോളിസീസ്, ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിസീസ് വേണമെന്ന് അവർ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് വേറെ ഒരു ഓപ്ഷനും അവൈലബിൾ ആയിട്ട് അവർക്ക് ഇല്ല സെലക്ട് ചെയ്യാൻ. സംടൈംസ് പീപ്പിൾ കാനോട്ട് ഈവൻ എലക്ട് വെരി ഡിഫറെൻറ്റ് ലീഡർ എയ്തർ ബിക്കോസ് ദ സെയിം സെറ്റ് ഓഫ് ലീഡേഴ്സ് കീപ് ഷിഫ്റ്റിംഗ് ഫ്രം വൺ പാർട്ടി ടു അനദർ. മാത്രമല്ല എന്താണ് ചില സമയത്ത് എന്താണ് sometimes people cannot even select very different leader either. ഒരു ഡിഫറെൻറ്റ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ പാർട്ടിക്കുള്ളിലുള്ള ലീഡേഴ്സും ഒരുപോലെ എന്നാണ് അവർ ആളുകൾക്ക് തോന്നുന്നത്. എല്ലാ വോട്ടേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡറെ കൂടെയും കിട്ടുന്നില്ല. ബിക്കോസ് സെയിം സെറ്റ് ഓഫ് ലീഡേഴ്സ് കീപ് ഷിഫ്റ്റിംഗ് ഫ്രം വൺ പാർട്ടി ടു അനദർ. കഴിഞ്ഞ ഇലക്ഷനിൽ ഒരാൾ ഈ പാർട്ടിയിലാണ് എടുത്തപ്പോൾ അടുത്ത ഇലക്ഷന് മറ്റൊരു പാർട്ടിയിലെ ആളെ സെലക്ട് ചെയ്യാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ഇലക്ഷന് മറ്റേ പാർട്ടിയിലുള്ള ആൾ തന്നെയാണ് ഇപ്പോൾ ഇപ്പുറത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലീഡറേയും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരു ഡ്രോബാക്കാണ്. ഫോർത്ത് ചലഞ്ച് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി ഈസ് ദാറ്റ് വിച്ച് പാർട്ടി ഡസ് നോട്ട് ഗീവ് എ മീനിങ് ഫുൾ ചോയ്സ് ടു ദ വോട്ടേഴ്സ്. തേർഡ് ചലഞ്ച് ദാറ്റ് ഈസ് growing the role of money power and muscle power. Okay, next we need to study how can parties be reformed. ഈ ചലഞ്ചസ് എല്ലാം ഓവർകം ചെയ്ത് പാർട്ടിയെ നമ്മൾക്ക് എങ്ങനെ റിഫോംഡ് ആക്കാം, ചേഞ്ച് ചെയ്യാം, ഡെവലപ്ഡ് ആക്കാം, ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി. ഓക്കെ, ഹിയർ ഇൻ ഓർഡർ ടു ഫേസ് ദീസ് ചലഞ്ച് പൊളിറ്റിക്കൽ പാർട്ടീസ് നീഡ് ടു ബി റിഫോംഡ്. അല്ലേ, ഈ ചലഞ്ചസ് എല്ലാം ഓവർകം ചെയ്യാം, political parties need to reformed. The question is, are political parties willing to reform? എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസ് റെഡി ആവോ, റിഫോം ആവാം, ചേഞ്ച് ആവാം? ഇഫ് ദേ ആർ വില്ലിങ്, വാട്ട് ഹാസ് പ്രിവെൻറ്റഡ് ദം ഫ്രം റിഫോമിങ് സോ ഫാർ? അല്ലേ, അവർ റെഡി ആണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് അവരിൽ നിന്ന് തടഞ്ഞു വെക്കണം റിഫോം ആവുന്നതിന് വേണ്ടിയിട്ട്? ഇഫ് ദേ ആർ നോട്ട് വില്ലിങ്, ഈസ് ഇറ്റ് പോസിബിൾ ടു ഫോഴ്സ് ദം ടു റിഫോം? Citizens all over the world face this question. This is not a simple question to answer. In a democracy, the final decision is made by leaders who represent political parties. People can replace them, but only by another set of party leaders. If them do not wish to reform, how can anyone force them to change? This is not a simple question to answer. In a democracy, the final decision is made by leaders who represent in political parties. Political parties leaders are final decision എടുക്കുന്നത്. അല്ലേ, people can replace them, ആളുകൾക്ക് വേണമെങ്കിൽ അവരെ മാറ്റാം, എന്നാൽ ബട്ട് ഓൺലി ബൈ അനദർ സെറ്റ് ഓഫ് പാർട്ടി ലീഡർ, അടുത്ത് വരുന്നതും അതേപോലെയുള്ള സെറ്റ് ഓഫ് പാർട്ടി ലീഡേഴ്സ് ആയിരിക്കും. ഈ ഫോൾ ഓഫ് ദം ഡു നോട്ട് വിഷ് ടു റിഫോം, ഇവരാരും മാറാൻ റെഡി അല്ലെങ്കിലോ ഹൗ ക്യാൻ എനിവൺ ഫോഴ്സ് ദം ടു ചേഞ്ച്? Let us look at some of the recent effort and suggestions in our country to reform political parties and its leaders. പൊളിറ്റിക്കൽ പാർട്ടിയെയും ലീഡേഴ്സിനെയും റിഫോം ചെയ്യുന്നതിന് സം സജഷൻസും എഫേർട്സും ആണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, ഹിയർ വൺ വേർഡ് ഉണ്ട്, ഡിഫെക്ഷൻ. എന്താണ് ഡിഫെക്ഷൻ എന്ന് ആദ്യം നോക്കുക. ചേഞ്ചിങ് പാർട്ടി അലയൻസ് ഫ്രം ദ പാർട്ടി ഓൺ വിച്ച് എ പേഴ്സൺ ഗോട്ട് എലക്റ്റഡ് ടു എ ഡിഫറെൻറ്റ് പാർട്ടി. അല്ലേ, ഒരാൾ ഇലക്ഷനിൽ ജയിച്ചു, ആ പാർട്ടിയിൽ നിന്ന് അല്ലേ, അതല്ലെങ്കിൽ ഇലക്ഷന് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഇലക്ഷനിൽ ജയിച്ചു, എന്നാൽ ഇലക്ഷന് ശേഷം എന്താണ് ഇവർ BJPയുടെ കൂടെ നിൽക്കാനാണ് തീരുമാനം മാറ്റിയത്. അല്ലേ, അതാണ് പറയുന്നത്
കൂറുമാറ എന്നൊക്കെ പറയും, ഡിഫെക്ഷൻ. ചേഞ്ചിങ് പാർട്ടി അലയൻസ് ഫ്രം ദ പാർട്ടി ഓൺ വിച്ച് എ പേഴ്സൺ ഗോട്ട് എലക്റ്റഡ്. എലക്ഷൻ കിട്ടിയത്, അയാൾ എലക്റ്റഡ് ആയത് കോൺഗ്രസ് പാർട്ടിയുടെ കൂടെ നിന്നിട്ടാണ്. എന്നാൽ ആ അലയൻസിൽ നിന്ന് മറ്റൊരു അലയൻസിലോട്ട്, ടു എ ഡിഫറെൻറ്റ് പാർട്ടി അലയൻസിലോട്ട് മാറുന്നതിനാണ്, ആഫ്റ്റർ ദ എലക്ഷൻ മാറുന്നതിനാണ് ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? Okay, then listen to that. First, effort for reform the political parties. The constitution was amended to prevent the MLAs and MPs from changing parties. This was done because many elected representatives were indulging in defection in order to become ministers or for cash rewards. Constitution അമെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനായിട്ട്? MLAസും MP മാരൊക്കെ ഇലക്ഷൻ്റെ സമയത്ത് ഇന്ന പാർട്ടിയുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഇലക്ഷനിൽ പങ്കെടുക്കും, ജയിക്കും. ഇലക്ഷന് ശേഷം ക്യാഷ് കിട്ടുമെന്നുള്ള കാരണത്താൽ, മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ള കാരണത്താൽ മറ്റുള്ള പാർട്ടിയിലോട്ട് ഡിഫെക്റ്റ് ചെയ്യുക, കൂറുമാറുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന നിയമം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തു. Okay, the constitution was amended to prevent elected MLAs and MPs from changing parties. This was done because many elected representatives were indulging in defection. Many elected representatives defection included in order to become ministers or for cash rewards. Okay, ചിലപ്പോൾ എന്ത് ചെയ്യും, കോൺഗ്രസ് പാർട്ടിയും BJP പാർട്ടിയും എക്സാമ്പിൾ പറയാണ് കേട്ടോ, ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസ്സിന് 100 സീറ്റ് കിട്ടി, BJPക്ക് എത്ര കിട്ടി? 110 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല കേട്ടോ, കോൺഗ്രസ് പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ട് മത്സരിച്ച ലീഡേഴ്സിന് ഇപ്പോൾ ഒറ്റ പാർട്ടിക്ക് വോട്ട് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അല്ലേ, ഒരുപാട് റീജിയണൽ പാർട്ടീസ് വളർന്നു എന്നുള്ള കാരണത്താൽ. അപ്പോൾ എന്ത് ചെയ്യും, കോൺഗ്രസ് പാർട്ടീസ് എന്ത് ചെയ്യും, BJPയിൽ നിന്ന് ജയിച്ച ആളുകൾക്ക് ക്യാഷ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം തരാമെന്ന് പറഞ്ഞിട്ടോ കുറേ ഒരു 10ലധികം ആളുകളെ തങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ക്ഷണിക്കും അല്ലേ. അപ്പോൾ ഇവർ മന്ത്രിസ്ഥാനം കിട്ടും. അപ്പോൾ BJPയിലുള്ള ആളുകൾ എന്ത് ചെയ്യും, മന്ത്രിസ്ഥാനം കിട്ടും അതല്ലെങ്കിൽ ക്യാഷ് കിട്ടും എന്നുള്ള കാരണത്താൽ കോൺഗ്രസിൻ്റെ കൂടെ കൂടാൻ തീരുമാനിക്കും. അപ്പോൾ എന്ത് ചെയ്യും, BJPക്ക് കിട്ടാൻ ഗവൺമെൻറ് ഫോം ചെയ്യാൻ റെഡിയായിരുന്ന BJPയുടെ ഗവൺമെൻറ് ഫോം ചെയ്യാൻ പിന്നെ ആർക്കാണ് കഴിയുക, കോൺഗ്രസ്സിന്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ദ amended the constitution for prevent elected MLAs and MPs for in defection. Okay. Now the law says that if any MLA or MP changes parties, he or she will lose the seat in the legislature. This new law has helped bring defection down. At the same time, this has made any dissent even more difficult. MPs and MLAs have to accept whatever the party leaders decide. എന്താ പറയുന്നത്, നൗ ദ ലോസ്, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തപ്പോൾ ദ ലോ സേസ് ദാറ്റ് ഇഫ് എനി MLA ഓർ MP ചേഞ്ചസ് ദ പാർട്ടി, MLA ഓർ MP പാർട്ടീസ് ചേഞ്ചസ് ആയാൽ ഹി ഓർ ഷീ വിൽ ലോസ് ദ സീറ്റ് ഇൻ ദ ലെജിസ്ലേച്ചറിൽ അവരുടെ സീറ്റ് തന്നെ നഷ്ടപ്പെടും. ദിസ് നോ ലോ ഹാസ് ഹെൽപ്ഡ് ബ്രിങ് ഡിഫെക്ഷൻ ഡൗൺ, അല്ലെ, ഡിഫെക്ഷൻ കുറക്കാൻ ഇത് ഹെൽപ്പ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ദിസ് ഹാഡ് മെയ്ഡ് എനി ഡിസെൻറ്റ് ഈവൻ മോർ ഡിഫിക്കൽട്ട്. അതായത് സെയിം ടൈം എനി ഡിസെൻറ്റ്, അതായത് എനി ഡിഫറെൻറ്റ് ഒപ്പീനിയനും എന്ത് ചെയ്യാൻ തുടങ്ങി, ഈവൻ മോർ ഡിഫിക്കൽട്ട്, സമ്മതിക്കേണ്ടി വന്നു. അല്ലാതെ ഏതൊരു കാര്യവും പാർട്ടിയിൽ പറയുന്ന ഏതൊരു കാര്യം, ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ജയിച്ച ഒരാൾ ആ പാർട്ടി പറയുന്ന എല്ലാ കാര്യവും ഇവരനുസരിക്കേണ്ടി വന്നു, കാരണം മറ്റൊരു പാർട്ടിയിലോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാരണത്താൽ. ഓക്കെ, then that is saying at the same time this has made any dissent even more difficult. എത്ര ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിലും പുതിയൊരു ഡിഫറെൻറ്റ് ഒപ്പീനിയൻ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആയി. MPs and MLAs have to accept whatever the party leaders decide. MP-മാരും MLA-മാരും പാർട്ടി ലീഡേഴ്സ് എന്ത് പറയുന്നു അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിൻ്റ്, ഇത്
എഫേർട്ടാണ് കേട്ടോ, ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തു ഫോർ റെഡ്യൂസ് ഓർ പ്രിവെൻറ്റ് ഡിഫെക്ഷൻ അല്ലേ. സെക്കൻഡ്, സുപ്രീം കോർട്ട് പാസ്ഡ് ആൻ ഓർഡർ ടു റെഡ്യൂസ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ആൻഡ് ക്രിമിനൽസ് അല്ലേ. ക്യാഷിൻ്റെയും ക്രിമിനൽസിൻ്റെയും റോള് പൊളിറ്റിക്സിൽ കുറയുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു ലോ പാസ് ചെയ്തു. എന്തിന്? നൗ ഇറ്റ് മാൻഡേറ്ററി ഫോർ എവറി കാൻഡിഡേറ്റ് ഹു കണ്ടക്ട്സ് എലക്ഷൻ ടു ഫയൽ ആൻ അഫിഡാവിത്ത് ഗിവിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഹിസ് പ്രോപ്പർട്ടി ആൻഡ് ക്രിമിനൽ കേസസ് പെൻഡിങ് അഗെയിൻസ്റ്റ് ദം അല്ലേ. എന്താണ് അഫിഡാവിത്ത് എന്നുള്ളൊരു സൈഡിലുണ്ട്. ലിസൺ ടു ദ എ സൈൻ ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ് ടു ആൻ ഓഫീസർ where a person make a sworn statement regarding her personal information. ഒരു സൈൻഡ് ഡോക്യുമെൻ്റ് ആണ്, സബ്മിറ്റഡ് ടു എ ഓഫീസർ, ഒരു ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യുന്ന സൈൻ ചെയ്തൊരു ഡോക്യുമെൻ്റ് ആണിത്. എന്തിനെക്കുറിച്ച്? വേറെ പേഴ്സൺ മേക്ക് എ സോൺ, പേഴ്സൺ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പോലെയുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. എന്തിനെക്കുറിച്ച്? റിഗാർഡിങ് ഹർ പേഴ്സണൽ ഇൻഫർമേഷൻ, പേഴ്സണലായിട്ടുള്ള സ്വത്ത് വിവരങ്ങളെയും ക്രിമിനൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിവരിക്കുന്നൊരു സത്യപ്രതിജ്ഞ പോലെയുള്ളൊരു ഡോക്യുമെൻ്റാണ് ഒരു ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യുന്ന അഫിഡാവിത്ത്. അപ്പോൾ സുപ്രീം കോർട്ട് പാസ്ഡ് ആൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മണി ആൻഡ് ക്രിമിനൽസ് അല്ലെ. ക്യാഷിൻ്റെയും ക്രിമിനൽസിൻ്റെയും റോൾ റെഡ്യൂസ് ചെയ്യാൻ സുപ്രീം കോർട്ട് പാസ് ചെയ്തു ഒരു ലോ അല്ലെങ്കിൽ ഒരു കാര്യം. എന്താണ്? നൗ ഇറ്റ്സ് മാൻഡേറ്ററി, ഇത് നിർബന്ധമായി എന്ത് ഫോർ എവരി കാൻഡിഡേറ്റ് ഹൂ കണ്ടക്ട്സ് ഇലക്ഷനിൽ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും നിർബന്ധമായി എന്ത് ഫോർ ടു ഫയൽ ആൻ അഫിഡാവിത്ത് അല്ലെ. അഫിഡാവിത്ത് കൊടുക്കുക എന്നുള്ളത്, ഫയൽ ചെയ്യുക എന്നുള്ളത്. ഗിവിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഹിസ് പ്രോപ്പർട്ടി ആൻഡ് ക്രിമിനൽ കേസസ് പെൻഡിങ് അഗെയിൻസ്റ്റ് ദം. ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷന് മുമ്പ് എന്ത് ചെയ്യണം? അയാളുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും അതുപോലെ ക്രിമിനൽ കേസസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചെല്ലാമുള്ള ഒരു അഫിഡാവിത്ത്, അതൊന്നുമില്ല അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സത്യപ്രതിജ്ഞ പോലുള്ളൊരു അഫിഡാവിത്ത് എന്താണ് സമർപ്പിക്കണം എന്നുള്ളൊരു നിയമമായിട്ട് വന്നു. ദാറ്റ് പാസ്ഡ് ബൈ സുപ്രീം കോർട്ട് അല്ലേ. ചില മന്ത്രിമാരൊക്കെ സമർപ്പിച്ചിട്ടുള്ള സ്വത്ത് വിവരങ്ങൾ തെറ്റാണ്, അയാളത് മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇഷ്യൂസൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ആക്ച്വലി അവരത് സബ്മിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല അല്ലേ. ഓക്കെ, ലിസൺ ടു ദ new system has made a lot of information available to the public. എന്നാൽ ഈ ഒരു സിസ്റ്റം അഫിഡാവിത്ത് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് കൂടി പബ്ലിഷ് ആക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ന്യൂ സിസ്റ്റം ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ അവൈലബിൾ ടു പബ്ലിക്കിന് പൊതുജനങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടും ഈ ലീഡേഴ്സിനെ കുറിച്ച്. എന്നാൽ ബട്ട് ദർ ഈസ് നോ സിസ്റ്റം ഓഫ് ചെക്ക് ഇഫ് ദ ഇൻഫോർമേഷൻ ഗിവൺ ബൈ ദ കാൻഡിഡേറ്റ് ഈസ് ട്രൂ. എന്നാൽ കാൻഡിഡേറ്റ് കൊടുത്തിരിക്കുന്ന അഫിഡാവിത്തിലെ ഇൻഫോർമേഷൻസ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ദർ ഈസ് നോ എനി വിച്ച് ഡിവൈസ്. ഓക്കെ, ദർ ഈസ് നോ സിസ്റ്റം. ഓക്കെ, ആസ് യെറ്റ് വി ഡു നോട്ട് നോ ഇഫ് ഇറ്റ് ഹാസ് ലെഡ് ടു ഡിക്ലൈൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ റിച്ച് ആൻഡ് ക്രിമിനൽസ്. അതുകൊണ്ട് തന്നെ ആസ് യെറ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ വി ഡു നോട്ട് നോ അല്ലേ എന്തില്ല ഇഫ് ഇറ്റ് ഹാസ് ലെഡ് ടു ഡിക്ലൈൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് റിച്ച് ആൻഡ് ക്രിമിനൽസ്. സുപ്രീം കോർട്ടിൻ്റെ ഈ ഒരു നിയമം കൊണ്ട് പൊളിറ്റിക്സിൽ ക്രിമിനൽസിൻ്റെയും റിച്ചസിൻ്റെയും ഇൻഫ്ലുവൻസ് കുറയുന്നുണ്ടോ നമ്മൾക്ക് മനസ്സിലാവാൻ പറ്റില്ല. കാരണം അത് സബ്മിറ്റഡ് ഡോക്യുമെൻറ്റ്സ് അല്ലേ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സിസ്റ്റം ദർ ഈസ് നോ എക്സിസ്റ്റ്. ഓക്കെ, ദിസ് ഇസ് എ സെക്കൻഡ് എഫേർട്ട് ഫോർ റിഫോം ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. ദെൻ തേർഡ്, the election commission passed an order making it necessary for political parties to hold their organizational election and file their income tax returns. Election commission മറ്റൊരു നിയമം കൊണ്ടുവന്ന് പാസ് ചെയ്തു. മേക്കിംഗ് ഇറ്റ് നെസറി ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും നിർബന്ധമാണിത് ടു ഹോൾഡ് ദെയർ ഓർഗനൈസേഷണൽ ഇലക്ഷൻ അല്ലേ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏതെല്ലാം പാർട്ടീസിനെ നമ്മൾക്ക് ഇലക്ഷനിൽ നിർത്തണം എന്നതിനെക്കുറിച്ച് വെച്ചിട്ട് ഇലക്ഷൻ നടത്തണമെന്നും ആൻഡ് ഫയൽ ദർ ഇൻകം ടാക്സ്, ഏതെല്ലാം വയസ്സിലൂടെ ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വരുമാനം ഉണ്ട് എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുള്ളതും നിർബന്ധമായിട്ട് വന്നു. ദ പാർട്ടീസ് ഹാവ് സ്റ്റാർട്ടഡ് ഡൂയിങ് സോ ബട്ട് സംടൈംസ് ഇറ്റ് ഈസ് മിയർ ഫോർമലി. ഈ സാധനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു എന്നാൽ പേരിന് മാത്രമായിട്ട് മാറി പലപ്പോഴും. ഓക്കെ, അതായത് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ഇഫ് ദിസ് സ്റ്റെപ്പ് ഹാസ് ലെഡ് ടു ഗ്രേറ്റർ ഇന്റേണൽ ഡെമോക്രസി ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലേ. അപ്പോൾ അത് ക്ലിയർ അല്ല, ഈ സ്റ്റെപ്പ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇടയിൽ ഇന്റേണൽ ഡെമോക്രസി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനും ക്ലിയർ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ദീസ് ആർ ദ എഫേർട്ട് ഡിഡ് ബൈ ദ ഇന്ത്യ ഫോർ റിഫോം പൊളിറ്റിക്കൽ പാർട്ടീസ്. നെക്സ്റ്റ് we need to study
Besides these, many suggestions are often made to reform political parties. പൊളിറ്റിക്കൽ പാർട്ടീസിനെ റിഫോം ചെയ്യാൻ കുറച്ച് സജഷൻസ് നടപ്പിലാക്കിയിട്ടില്ല, കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി. ഓക്കെ, 1 second. Okay. Which are the suggestions? Listen to me. First point, the law should be made to regulate the internal affairs of political parties. It should be made compulsory for political parties to maintain a regular register for its members, to follow its own constitution, to have an independent authority, to act as a judge in case of party disputes, to hold open election to the higher post. ഒരു സജഷനാണ്. എ ലോ ഷുഡ് ബി മെയ്ഡ്, ഒരു നിയമം എന്തായാലും ഉണ്ടാക്കണം. എന്തിനു വേണ്ടി? ടു റെഗുലേറ്റ് ദ ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഉള്ളിലുള്ള അഫയേഴ്സ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് കമ്പൽസറി ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഇത് ചെയ്യേണ്ടത് നിർബന്ധമാക്കണം. ഏത്? ടു മെയിൻറ്റെയിൻ രജിസ്റ്റർ ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. ഇതിലുള്ള എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതിന് ഓരോ ഏരിയാസിലെയും രജിസ്റ്റർ കീപ്പ് ചെയ്യാം. ടു ഫോളോ ഇറ്റ്സ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ പാർട്ടിയുടെ നിയമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനൊരു നിയമ ബുക്ക് തന്നെ ഫോളോ ചെയ്യാം. ടു ഹാവ് ആൻ ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി. ഒരു മണി പവറിനും മസിൽ പവറിനും അടിമയാവാതെ പൊളിറ്റിക്കൽ പാർട്ടി വലിയൊരു അതോറിറ്റി ആയിട്ട് മാറുക. വലിയ അതോറിറ്റി ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒപ്പീനിയനും തെറ്റായിട്ടുള്ള ഒപ്പീനിയനും അംഗീകരിച്ചു കൊടുക്കുക, അതൊരു പവറുള്ള പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് വളരുക. ടു ആക്ട് ആസ് ജഡ്ജ് ഇൻ കേസ് ഓഫ് പാർട്ടി ഡിസ്പ്യൂട്ട്സ്. പാർട്ടിക്കുള്ളിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ജഡ്ജായിട്ട് പാർട്ടി ലീഡേഴ്സ് പ്രവർത്തിക്കുക. ടു ഹോൾഡ് ഓപ്പൺ എലക്ഷൻ ടു ദ ഹയർ പോസ്റ്റ്. അല്ലേ, ഹയർ പോസ്റ്റിലോട്ട് ആ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു എലക്ഷൻ നടത്തുക, ഏത് കാൻഡിഡേറ്റ്സിനെ എലക്ഷനിൽ വെക്കണം എന്നതിന് വേണ്ടിയിട്ട്. These are the first suggestion for reform political party. Second, it should be made mandatory for political parties to give a minimum number of tickets or about 1/3 to women candidates. It should be mandatory for political party. Political parties-ൻ്റെ ഉള്ളിൽ ഇതും നിർബന്ധമാക്കണം. എന്ത്? ടു ഗേവ് എ മിനിമം നമ്പർ ഓഫ് ടിക്കറ്റ്സ്. നമ്പർ ഓഫ് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള സീറ്റ് ആർക്ക് കൊടുക്കണം? എബൌട്ട് 1/3, 1/3 ഭാഗം ടു വുമൺ കാൻഡിഡേറ്റ്, ലേഡീസിനെ കൊണ്ട് മത്സരിപ്പിക്കണം. അല്ലേ, ഇതിപ്പോൾ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ലേഡീസ് മത്സരിക്കാറുണ്ട്. അവിടെ 1/3 ഓഫ് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിൽ. എന്തുകൊണ്ടാണ്? റിസർവേഷൻ നിയമമായതുകൊണ്ട്. എന്നാൽ പാർട്ടിക്കുള്ളിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടോ പാർലമെൻറ്റിലോട്ടോ നിയമമായി വന്നിട്ടില്ല ലേഡീസിന് 1% സീറ്റ് കൊടുക്കണം എന്നുള്ളത്. എന്നാൽ അതൊന്നും വരാതെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ തീരുമാനിക്കുക, അവരുടെ കാൻഡിഡേറ്റ്സ് 1/3 ഭാഗം ലേഡീസ് തന്നെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കണം, അത് നിർബന്ധമാക്കണം എന്നുള്ളതാണ് മറ്റൊരു സജഷൻ. ഇറ്റ് ഷുഡ് ബി മാൻഡേറ്ററി ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ് ടു ഗീവ് എ മിനിമം നമ്പർ ഓഫ് ടിക്കറ്റ്സ് about 1/3 to women candidates. Then similarly, this should be a quota for women in the decision making bodies of party. പാർട്ടിക്കുള്ളിലുള്ള തീരുമാനങ്ങളെടുക്കുന്ന ബോഡീസിനും 1/3 ഓഫ് സീറ്റ്, 1/3 ഓഫ് പെർസെൻറ്റേജ് വിച്ച് പവർ ലേഡീസിന് കൊടുക്കണം എന്നുള്ളത് നെക്സ്റ്റ് വിച്ച് സജഷൻ. ദ നെക്സ്റ്റ്, ദർ ഷുഡ് ബി എ സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് ഇലക്ഷൻ. മറ്റൊരു സജഷനാണ്, ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഫണ്ട് കൊടുക്കണം ഇലക്ഷന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന്. ദി ഗവൺമെൻറ് ഷുഡ് ഗിവൺ പാർട്ടീസ് മണി ടു സപ്പോർട്ട് ദെയർ ഇലക്ഷൻ എക്സ്പെൻസസ്. ഗവൺമെൻറ് എന്തായാലും ഇലക്ഷനുള്ള എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ഷന് ക്യാഷ് ചിലവാക്കാനുള്ള മണി പവറുള്ള ആളുകളെ തേടി പൊളിറ്റിക്കൽ പാർട്ടീസ് പോവില്ല, ഗവൺമെൻറ് ക്യാഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലേ, ദ ഗവൺമെൻറ് ഷുഡ് ഗിവൺ പാർട്ടീസ് മണി ടു സപ്പോർട്ട് ദെയർ ഇലക്ഷൻ എക്സ്പെൻസസ്. ദിസ് സപ്പോർട്ട് കുഡ് ബി ഗിവൺ ഇൻ കൈൻഡ്. ഇത് ക്യാഷായിട്ട് കൊടുക്കേണ്ട ഐറ്റംസ് ആയിട്ട് കൊടുത്താലും മതി. എങ്ങനെയൊക്കെയാണ്? പെട്രോളായിട്ട്, അല്ലേ, വണ്ടികൾ ഓടാനുള്ള പെട്രോളായിട്ട്, പേപ്പർ, ഇതിനുള്ള ഇലക്ഷൻ പ്രചരണങ്ങൾ നടത്താനുള്ള പേപ്പറായിട്ട്, ടെലിഫോൺ യൂസ് ചെയ്യാനുള്ള ടെലിഫോണായിട്ട്, ഇങ്ങനെയൊക്കെ കൊടുത്താലും മതി. ഓർ ഇറ്റ് കുഡ് ബി ഗിവൺ ഇൻ ക്യാഷ് ഓൺ ദ ബേസിസ് ഓഫ് വോട്ട് സെക്യൂർഡ് ബൈ ദ പാർട്ടി ഇൻ ദ ലാസ്റ്റ് ഇലക്ഷൻ. ലാസ്റ്റ് ഇലക്ഷനിൽ എത്ര പെർസെൻറ്റേജ് വോട്ട് കിട്ടി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ള ഹെൽപ്പായിട്ടും കൊടുത്താൽ മതി. ദീസ് ആർ ദ സജഷൻസ് ആർ existing here for reform our political parties. Okay, these suggestions have not yet been accepted by political parties. അല്ലേ, ഈ സജഷൻസ് ഒന്നും പൊളിറ്റിക്കൽ പാർട്ടീസ്
ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇഫ് ആൻഡ് വെൻ ദീസ് ആർ ആക്സെപ്റ്റഡ് ദീസ് കുഡ് ലീഡ് ടു സം ഇമ്പ്രൂവ്മെൻറ്റ്. അല്ലേ, എപ്പോഴെങ്കിലും ഇത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ബട്ട് വി മസ്റ്റ് ബി വെരി കെയർഫുൾ അബൌട്ട് ലീഗൽ സൊല്യൂഷൻ ടു പൊളിറ്റിക്കൽ പ്രോബ്ലംസ്. എന്നാൽ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, 1 second. What is saying? If and when these are accepted, this could lead to some improvement. But we must be very careful about the legal solution to political problem. ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനും പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിൽ എല്ലാത്തിനും നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളതിൽ കുറച്ച് എന്ത് ചെയ്യണം, കെയർഫുള്ളായിട്ടേ നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. വൈ? ഓവർ റെഗുലേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ക്യാൻ ബി കൗണ്ടർ പ്രൊഡക്റ്റീവ്. കൂടുതലായിട്ട് നിയമങ്ങൾ വഴി അവരെ എന്ത് ചെയ്യാം, ഓവറായിട്ട് റെഗുലേറ്റ് ചെയ്താൽ, ഓവറായിട്ട് കൺട്രോൾ ചെയ്താൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. അതാണ് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ദിസ് വുഡ് ഫോഴ്സ് ഓൾ പാർട്ടീസ് ടു ഫൈൻഡ് വേസ് ടു ചീറ്റ് ദ ലോസ്. എല്ലാത്തിനും നിയമങ്ങൾ വന്നാൽ എവിടെയെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് നോക്കും, നിയമങ്ങൾ ചീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ബിസൈഡ്സ് പൊളിറ്റിക്കൽ പാർട്ടീസ് will not agree to pass a law that they do not like. മാത്രമല്ല നമ്മുടെ ലെജിസ്ലേച്ചറിലാണ് പാർലമെൻറ്റിൽ ഇന്ത്യൻ പാർലമെൻറ്റിലാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലേ, ലോസ് പാസ് ചെയ്യുന്നത്. ഈ ലോസ് പാസ് ചെയ്യുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സാണ്. അവർക്ക് അനുകൂലമല്ലാത്ത പൊളിറ്റിക്കൽ ഡിസിഷൻസ് അവർ പാസ് ചെയ്യുമോ? നോ, ദാറ്റ് ഈസ് അനദർ പ്രോബ്ലം. ബിസൈഡ്സ് പൊളിറ്റിക്കൽ പാർട്ടീസ് വിൽ നോട്ട് എഗ്രി ടു പാസ്. അവരാണ് പാസ് ചെയ്യേണ്ടത്, അവർ എഗ്രി ചെയ്യില്ല പാസ് ചെയ്യാൻ. എന്ത്? എ ലോ ദാറ്റ് ദേ ഡു നോട്ട് ലൈക്ക്. അവരിഷ്ടപ്പെടാത്ത നിയമം അവർ പാസ് ചെയ്യില്ല. ഓക്കെ, ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ദർ ആർ 2 other ways in which political parties can be reformed. വേറെ 2 ways ഉണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് റിഫോം ചെയ്യാം. 1, people can put pressure on political parties. പബ്ലിക് പീപ്പിൾ എന്ത് ചെയ്യണം? പ്രഷർ ചെലുത്തണം പൊളിറ്റിക്കൽ പാർട്ടീസ് മാറുന്നതിന് വേണ്ടിയിട്ട്. ദിസ് ക്യാൻ ബി ഡൺ ത്രൂ. എങ്ങനെ ചെയ്യണം? പെറ്റീഷൻസിലൂടെ, അല്ലെ, ഇന്നത് ചെയ്യണം എന്നുള്ള പെറ്റീഷൻ കൊടുക്കുക. പബ്ലിസിറ്റി, അല്ലേ, ആളുകളുടെ ഇടയിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഇന്ന മാറ്റങ്ങൾ വരണം എന്നുള്ളത് പബ്ലിസിറ്റി കൊടുക്കുക. അജിറ്റേഷൻസ്, എന്താണ്, എതിർപ്പുകൾ പ്രകടിപ്പിക്കുക ബൈ ദ കോമൺ പീപ്പിൾ, അല്ലേ. ആൻഡ് ഓർഡിനറി സിറ്റിസൺ, പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് മൂവ്മെൻറ്റ്സ് ആൻഡ് ദ മീഡിയ ക്യാൻ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഓൺ ദിസ്. ആർക്കൊക്കെയാണ് ഈ കാര്യങ്ങളിൽ റോൾ പ്ലേ ചെയ്യാൻ പറ്റുക? ഓർഡിനറി സിറ്റിസൺ, സാധാരണ ആളുകൾ. പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സക്സസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഗ്രൂപ്പാണ് പ്രഷർ ഗ്രൂപ്പ്സ്, അല്ലേ. ആൻഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കൂടിയിട്ടുള്ള പ്രചരണങ്ങൾ, ദാറ്റ് ഈസ് മൂവ്മെൻറ്റ്. ആൻഡ് മീഡിയക്കുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു എന്തിൽ പീപ്പിൾ ക്യാൻ പ്രഷർ ചെയ്യാൻ ഫോർ റിഫോം പൊളിറ്റിക്കൽ പാർട്ടീസ്, അല്ലേ. ഇഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഫീൽ ദാറ്റ് ദേ വുഡ് ലോസ് പബ്ലിക് സപ്പോർട്ട് ബൈ നോട്ട് ടേക്കിംഗ് അപ്പ് റിഫോംസ്. പബ്ലിക് പീപ്പിളാണ് അവരെ ജയിപ്പിക്കുന്നത്, അല്ലേ. പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫീൽ ചെയ്യാണ് കമ്മിങ് ഇയേഴ്സിന് തങ്ങളുടെ ഇലക്ഷൻ ലോസ്റ്റ് ആവും, അതായത് ഇലക്ഷനിൽ ജയിക്കില്ല, കാരണം നോട്ട് ടേക്കിംഗ് അപ്പ് റിഫോംസ്. ഇവർ പറയുന്ന ഈ റിഫോംസ് ചെയ്യാൻ റെഡി ആയിട്ടില്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ തങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഫീൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യണം. ദേ വുഡ് ബിക്കം മോർ സീരിയസ് അബൌട്ട് റിഫോംസ്. അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ അവർക്ക് ഫീൽ ചെയ്താൽ ദേ വുഡ് തിങ്ക് മോർ സീരിയസ്ലി അബൌട്ട് ദ റിഫോംസ്, മാറുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ. 2, ഒന്നാമത്തെ കാര്യമാണ് കേട്ടോ. രണ്ടാമത്തേത്, പൊളിറ്റിക്കൽ പാർട്ടീസ് ക്യാൻ ഇംപ്രൂവ് ഇഫ് ദോസ് ഹു വാണ്ട് ദിസ് ജോയിൻ പൊളിറ്റിക്കൽ പാർട്ടീസ്, അല്ലേ. പൊളിറ്റിക്കൽ പാർട്ടീസ് ഇംപ്രൂവ് ചെയ്യാം. റിഫോർമേഷൻ വേണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ജോയിൻ ചെയ്യാം. നമ്മൾക്കിപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി റിഫോം ചെയ്യണമെന്നത് നമ്മൾക്ക് ശക്തമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളും നമ്മളും ഈ ഇലക്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ ആ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ റിഫോർമേഷൻ വേണമെന്ന ആഗ്രഹമുള്ള ആളുകൾ റിഫോം ചെയ്താൽ താനേ എന്ത് ചെയ്യാം? റിഫോർമേഷൻ ഉണ്ടാവും, അല്ലേ. ഹൗ യു അണ്ടർസ്റ്റാൻഡ്? The quality of democracy depends on degree of public participation. പബ്ലിക് ആയിട്ടുള്ള ആളുകളുടെ, പബ്ലിക് പീപ്പിളിൻ്റെ പാർട്ടിസിപ്പേഷനാണ് ഒരു ഡെമോക്രസിയുടെ ക്വാളിറ്റി അളക്കാൻ പറ്റുന്നത്. എത്രത്തോളം പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടോ അത് നല്ല ക്വാളിറ്റിയുള്ള ഡെമോക്രസിയാണ് നമ്മൾക്ക് പറയാം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിഫോം പൊളിറ്റിക്സ് if ordinary citizens do not take part in it.
ഓർഡിനറി സിറ്റിസന് അതിൽ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ടേക്ക് പാർട്ട് ആവുന്നില്ലെങ്കിൽ, ഭാഗവാക്കാവുന്നില്ലെങ്കിൽ എന്താണ്, അത് റിഫോം ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് സിംപ്ലി ക്രിട്ടിസൈസ് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്. അതായത് ഓർഡിനറി സിറ്റിസൺ സിമ്പിളായിട്ട് പുറത്തുനിന്ന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അതിൽ ഭാഗവാക്കായിട്ടില്ലെങ്കിൽ, ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ, അതിൽ ഭാഗവാക്കായിട്ടില്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിഫോം പൊളിറ്റിക്സ് റിഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് പറയുന്നത്. ദ പ്രോബ്ലം ഓഫ് ബാഡ് പൊളിറ്റിക്സ് ക്യാൻ ബി സോൾവ്ഡ് ബൈ മോർ ആൻഡ് ബെറ്റർ പൊളിറ്റിക്സ്. അല്ലേ, ബാഡ് പൊളിറ്റിക്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ആക്കാം. എങ്ങനെ ബാഡ് പൊളിറ്റിക്സിൻ്റെ പ്രോബ്ലംസ് സോൾവ്ഡ് ആക്കാം? എങ്ങനെ? ദ ഓർഡിനറി സിറ്റിസൺസ് നീഡ് ടു ടേക്ക് പാർട്ട് ഇൻ ഇറ്റ്. വി ഷോൾ റിട്ടേൺ ടു ദിസ് ദം ഇൻ ദ ഫൈനൽ ചാപ്റ്റർ. ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാം ഫോർ സജഷൻ ചെയ്യാൻ. എന്താണ്? 1, people can put pressure on political parties. This can be done through petitions, publicity and agitation. Ordinary citizen pressure groups and movements and the media can play an important role in this. If political parties feel that they would be lost public support by not taking the reforms, they would reform more serious about, they would become more serious about reform. Second, political parties can improve if those who want join this political parties. അല്ലേ, എന്താണ്, ആരാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് റിഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ദ ക്വാളിറ്റി ഓഫ് ഡെമോക്രസി ഡിപ്പെൻഡ്സ് ഓൺ ഡിഗ്രീസ് ഓഫ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ഒരു ഡെമോക്രസിയുടെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നത് പബ്ലിക് പാർട്ടിസിപ്പേഷനിലൂടെയാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിഫോം പൊളിറ്റിക്കൽ പാർട്ടി ഇഫ് ഓർഡിനറി സിറ്റിസൺ ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ ആറ്റ് സിംപ്ലി ക്രിട്ടിസൈസ് ഔട്ട്സൈഡിൽ നിന്നുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്ത് ടേക്ക് പാർട്ട് ആവാതിരുന്ന ഇറ്റ് cannot reform the political parties. Okay, the problem of bad politics can be solved by more and better politics. The bad politics in the problem solve ചെയ്യാം better politicsലൂടെ എന്നുള്ളതാണ് പറയുന്നത്. Okay, we completed this chapter and exercise we can discuss through the WhatsApp. Okay, thank you. And also, if you have any doubt, you can ask to me. I went with the chapter very speedily. If you have any doubt, you can ask to me. Okay, thank you.